ഹായ് ഓൾ. നമ്മുടെ ചാനലിൽ LDC എക്സാമിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് ഇതിനു മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. നിങ്ങൾക്കറിയാം, ഇതിനു മുൻപ് നമ്മുടെ 10th പ്രിലിംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു കൊറോണ ടൈമിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ LDC എക്സാമിനെ ഫോക്കസ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണം. കാരണം നമ്മുടെ സിലബസ് അനുസരിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്ത ക്ലാസ്സുകളാണ്. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ LDC എക്സാമിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ പാവങ്ങളുടെ IAS എന്നാണ് ഈ LDC എക്സാമിനെ വിളിക്കുക, അല്ലേ? കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. LDC എക്സാം എന്ന് വിളിക്കും. LDC എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. നമുക്ക് അറിയാം, കുറച്ച് മുന്നേ കഴിഞ്ഞ HSST കോമേഴ്സ് എക്സാം ഒരുപാട് വർഷത്തോളം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ പോലും വളരെ വിഷമത്തിലാണ്. കാരണം അപ്ലോഡ് മെസ്സേജ് വന്നപ്പോൾ കുറേ പേർക്ക് ഈ ഒരു മെസ്സേജ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വളരെ ഉയർന്നൊരു റാങ്ക് ലിസ്റ്റിൽ വളരെ ഉയർന്നൊരു സ്ഥാനം, അതായത് ആദ്യ റാങ്കുകളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ എക്സാമൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമുക്ക് LDC പോലെയുള്ള എക്സാമിനെ ഫോക്കസ് ചെയ്ത് നന്നായി പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാം. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ആരംഭിക്കാം നമ്മുടെ LDC എക്സാമിൻ്റെ പഠനം. നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന രീതി, അതായത് നമ്മളൊരു ബോർഡിലൊക്കെ കാര്യങ്ങളെല്ലാം എഴുതി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ് നമ്മൾ ഒരു ബുക്ക് എടുത്തു വെച്ച്, അല്ലെങ്കിൽ നമ്മളൊരു റാങ്ക് ഫയൽ എടുത്തു വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കും എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പഠിച്ചു പോകുന്ന രീതിയിലായിരിക്കും എൻ്റെ വീഡിയോ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രമാണ്. കേരള ചരിത്രം വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരള ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ വെച്ചാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, എങ്ങനെയുള്ള കലാപങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കലാപങ്ങളെല്ലാം എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കേരള ചരിത്രത്തിൽ ആദ്യം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ. ആദ്യം നമുക്കറിയാം അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലിയാണ് അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന രീതിയിലാണ് നമുക്ക് ഈ അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഓർത്തു വെക്കുക, 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അതുപോലെ അഞ്ചുതെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന് ചോദിച്ചാൽ നമ്മൾ അഞ്ചുതെങ്ങ് കലാപം പറയും. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർത്തു വെക്കുക. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തു വെക്കുക. പിന്നെ മലബാറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയവർ നമുക്കറിയാം, പഴശ്ശിരാജ, കുറിച്യർ, മാപ്പിള കർഷകർ എന്നിവരാണ്. പിന്നെ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് നമുക്ക് പറയാം. ആറ്റിങ്ങൽ കലാപം 1721 പറഞ്ഞു. ഏപ്രിൽ 15 ഡേറ്റ് വരുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഈ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം എന്നത് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഈ രണ്ട് കലാപത്തിൽ നിന്നും നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? അഞ്ചുതെങ്ങ് കലാപം 1697 നടന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ്.
പിന്നെ മലബാറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തിയത് വേലുത്തമ്പി ദളവിയായിരുന്നു. കൊച്ചിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തിയത് ആരായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? പാലിയത്തച്ഛനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും പഴശ്ശി വിപ്ലവത്തിലേക്ക് പോവാം. പഴശ്ശി വിപ്ലവം എന്ന് പറയുമ്പോൾ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് ഈ പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്നത്. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു ഘടകമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞ വ്യക്തിയായിരുന്നു പഴശ്ശിരാജ. പഴശ്ശിരാജ ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാതിരുന്നത്. രണ്ടാമത്തെ കാരണം വയനാടിനുമേൽ അവകാശവാദം ബ്രിട്ടീഷുകാർ ഉന്നയിച്ചത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ പഴശ്ശിരാജാവ് തീരുമാനിച്ചു. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവായിരുന്നു കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയായിരുന്നു പുരളിമല. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന മല ഏതായിരുന്നു? പുരളിമലയായിരുന്നു. അപ്പോൾ ഈ പുരളിമല എന്ന് പറയുന്നത് തലശ്ശേരി താലൂക്കിലുള്ള മലയാണ് കേട്ടോ. പിന്നെ അതുപോലെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് പുരളിശെമ്മൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു പുരളിമലയിലാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം പുരളിശെമ്മൻ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? പഴശ്ശിരാജയാണ്. അതുപോലെ തന്നെ പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്നും പറയാറുണ്ട്. കേരള സിംഹം അല്ലേ, കേരള സിംഹം എന്നാണ് പഴശ്ശിരാജാവ് അറിയപ്പെട്ടിരുന്നത്. പഴശ്ശിരാജാവിൻ്റെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളായിരുന്നു. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരായിരുന്നു? സർദാർ KM പണിക്കർ. ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്നാരാ വിളിച്ചത്? സർദാർ KM പണിക്കറാണ്. പിന്നെ അതുപോലെ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്ന പേരിലെല്ലാം നമ്മുടെ പഴശ്ശിരാജാവ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടത് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം നമ്മൾ പഠിക്കണം. 1793 മുതൽ 1797 വരെയാണ്. അതിൻ്റെ പ്രധാന കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം 1793 മുതൽ 97 വരെയാണ്. അതിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം തെറ്റായ നികുതി നയവും രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുത്തതുമാണ് കേട്ടോ. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ പഠിച്ചു വെക്കണം. കുറിച്യർ, കുറുമ്പ് എന്നിവരാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഒളിപ്പോർ, ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോറാണ് കേട്ടോ. പിന്നെ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ഓർക്കണം, 1805 നവംബർ 30. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന് പറയുന്ന ഭാഗം പഠിക്കാം. അങ്ങനെ നമ്മുടെ സിലബസിലുള്ള ഓരോ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാം. ഓരോ ദിവസവും എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോവുക. നമ്മൾ LDC Day 1 Day 2 എന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് കറക്റ്റ് നോട്ട് ചെയ്ത് ഏത് ദിവസമാണ് നിങ്ങൾ മിസ് ചെയ്തതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.